ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആയിഷ, ഇത്ര പട്ടിണി നമുക്ക് നൽകിയാലും അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ നമ്മൾ വിസ്മരിക്കരുതേ. അഫല അകൂന അബ്ദൻ ശകൂറ. റളിയല്ലാഹു തആല വന്ന് നോക്കുമ്പോ പട്ടിണി. ഹഫ്സാ ബീവിയുടെ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴും പട്ടിണി. ഇതേ പട്ടിണിയുള്ളതാകുന്ന വീട്ടിൽ വെച്ചുകൊണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫല അകൂന അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായിട്ട് നമ്മൾ മാറണ്ടേ എന്ന്. അപ്പൊ നമ്മൾ എത്രത്തോളം നന്ദിയുള്ള അടിമകളാണ് ഓരോരുത്തരും ചിന്തിച്ചു. അള്ളാന്റെ റസൂലിനോട് എത്രമാത്രം കടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതം. നമ്മൾ എത്രമാത്രം നന്മയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻഗാമികളായിട്ട് കടന്നു വന്നുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്ക് പോലും ദ്രോഹം ചെയ്യുന്നവരില്ലേ? കൂടോത്രം ചെയ്യുന്നവർ, മാരണം ചെയ്യുന്നവർ സ്വന്തം സഹോദരങ്ങൾക്ക് പോലും അവന്റെ സമ്പത്ത് ഉന്മൂലനം ചെയ്യപ്പെടണം, അവൻ നശിക്കണം. അയൽവാസിയുമായിട്ടുള്ള അതിർത്തി തർക്കം. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ. നാണമില്ലേ നമുക്ക്? ദുഃഖമില്ലേ നമുക്ക്? നാണിക്കല്ലേ മുസ്ലിംകളല്ലേ നമ്മൾ? അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് റളിയല്ലാഹു തആല എത്ര റാഹത്തായ നിലയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മരിക്കാൻ കിടക്കുന്ന അവസരത്തിൽ പോലും വെള്ളം കൊണ്ടുവന്നു കൊടുക്കുമ്പോ, രണഭൂമിയിൽ കിടക്കുന്ന അവസാന ശ്വാസം സമയത്ത് പോലും, അവസാന ചക്രശ്വാസം വലിക്കുന്ന സമയത്ത് പോലും വെള്ളം കൊണ്ടുവന്നു കൊടുക്കുമ്പോ തൊട്ടടുത്ത കൂട്ടുകാരന് കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആയുധം കാണിച്ച സഹാബത്തിന്റെ ജീവിതം നമുക്ക് മാതൃകയാകണം. നമ്മുടെ അയൽവാസികൾ പട്ടിണി കിടക്കുന്നു, എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ സമ്പത്ത് മുഴുവനും വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ കടത്തി കൊടുക്കുക, ഇല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തിലേക്ക് നമ്മൾ കൊടുക്കണ്ടെന്നല്ല, മറിച്ച് നമ്മുടെ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ട് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ കൊടുക്കുന്ന സദഖകളെല്ലാം തന്നെ പാരത്രിക ലോകത്ത് വിജയത്തിന് അല്ലാഹു നിദാനമാക്കുമാറാവട്ടെ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സൊന്ന് വിഷമിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, അല്ലാഹുവിന്റെ റസൂലിനെ ആർക്കും അവിടുത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. അനുവാദം പടച്ച റബ്ബ് വിലക്കാണ്, ഒരാളും സംസാരിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതേ തമീം ഗോത്രക്കാർ തന്നെ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് വിളിക്കുക, മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുക. വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ഒച്ച വെച്ചു. റസൂലുള്ളാഹിന്റെ മനസ്സൊന്ന് ചെറുതായി വിഷമിച്ചു പോയി. ഉടനെ തന്നെ ഇറങ്ങി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറക്കുകയാണ്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത് അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് പ്രതികരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തി, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോജസായ കലാമാണ്. ചെറിയ വാക്ക് വിശാലമായ ഒന്ന് അർത്ഥം. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വവിധ വസ്തുക്കളെ കുറിച്ചും പരിശുദ്ധമായ ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട് എങ്കിൽ അതേ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് പ്രവാചകന്റെ വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് ആയത്തുകൾ ഇറക്കുന്നത്? അത് റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്താണ്, റസൂലുള്ളാഹിയോടുള്ള സ്നേഹമാണ്. അള്ളാന്റെ റസൂലിന് ഒരു വിഷമം വരും, അവിടെ ആയത്ത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ? റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്താണ് കാണിക്കുന്നത്. ആർക്ക്? ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവിന് അല്ലാഹ്. വിശുദ്ധ ഖുർആനാണ്. അതാ ഖുർആൻ അല്ലാതെ വേറെ നമുക്കിവിടെ ചർച്ചയില്ല. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത് അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. അല്ലയോ നബിയേ,
തങ്ങളുടെ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ശബ്ദമുയർത്തി സംസാരിക്കുന്നതാകുന്ന അവിടുത്തെ വിളിക്കുന്നതാകുന്ന ആളുകൾ അവരൊന്ന് മിണ്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അവരൊന്ന് ശബ്ദം താഴ്ത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അക്സറുഹും ലാ യഖിലൂൻ, അവരിൽ അധിക ആളുകൾക്കും അവരിൽ സിംഹഭാഗത്തിനും ഓർമ്മയില്ല, വിവരമില്ല. അവർ ചിന്തിക്കാത്തത് കൊണ്ട് അങ്ങനെ ശബ്ദം ഉയർത്തുന്നത്. അള്ളാഹു അവരെ ഒന്ന് ചെറുതായിട്ട് ചെറുതായി കുറ്റപ്പെടുത്തി. കാരണം റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നിട്ട് പുറകെ വന്നിങ്ങനെ വിളിക്കാം. ഇത് റസൂലുള്ളാഹിന്റെ വീട്ടിൽ മാത്രമല്ല, മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ ഇതര സമുദായത്തിലെ സഹോദരങ്ങളുടെ വീട്ടിൽ പോയാൽ പോലും മറ്റൊരാളുടെ വീടിന്റെ പിന്നാമ്പുറത്ത് പോയിട്ട് വിളിക്കാനോ കതകിലൂടെ കടക്കാനോ പാടില്ല. അതൊക്കെ ഖുർആൻ സ്ഥിരപ്പെട്ടതാകുന്ന രസായ ആയത്തുകൾ. പല വീടുകളിലും പുറവശത്തൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും പാടില്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ, കുടുംബാദികൾ അവർ ചിലപ്പോൾ വസ്ത്രം മാറുന്ന സമയത്തിലോ അല്ലാത്തൊരു അവസരത്തിലോ ഒക്കെ ആയിരിക്കും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഫ്രണ്ട് വഴി തന്നെ ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് കോളിംഗ് ബെല്ലുണ്ട്. പഴയ കാലഘട്ടം മുതൽക്കുള്ളത് അസ്സലാമു അലൈക്കും എന്നുള്ള സലാം പറഞ്ഞു. 3 വട്ടം സലാം പറഞ്ഞു. 3 വട്ടം സലാം പറഞ്ഞിട്ടും സലാം അവിടെ നിന്ന് തിരിച്ചു മടക്കുന്നില്ല എങ്കിൽ നീ തിരിച്ചു പോകണം. അങ്ങനെയാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക്, ഒരു ജീവിതചര്യയിലേക്ക് അഥവാ പഴമയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരണം. ഒരിക്കൽ പോലും നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്തിലൂടെയോ അല്ലെങ്കിൽ വീട്ടിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജനൽപ്പാളികളിലൂടെ ഒളിഞ്ഞു നോക്കാൻ പോലും മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ തുനിയാൻ പാടില്ല, സഹോദരിമാര് തുനിയാൻ പാടില്ല. സാന്ദർഭമായിട്ട് ഞാൻ ഉണർപ്പെട്ടെ, ഇപ്പൊ നെറ്റിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വളരെ വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഭിക്ഷാടനം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യാചിക്കുന്ന ആളുകളെ നീ ഒരിക്കലും വിരട്ടരുത്, ഓടിക്കരുത്. അവർക്ക് നീ സന്തോഷത്തോടുകൂടി എന്തെങ്കിലും നൽകാനുണ്ട് എങ്കിൽ കൊടുക്കുകയും ഒന്നുമില്ല എങ്കിൽ പുഞ്ചിരി സമ്മാനിച്ച് പറഞ്ഞയക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഇന്ന് യാചകരായിട്ട് കടന്നു വരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളും അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്തിലേതാകുന്ന സഹോദരങ്ങളും പർദ്ദ ധരിച്ചുകൊണ്ടൊക്കെ കടന്നു വന്ന് വീടിന്റെ അന്തരീക്ഷം മനസ്സിലാക്കിയിട്ട് പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാര് മാത്രമുണ്ട് എന്ന് മനസ്സിലാകുന്ന വീടുകളിലേക്ക് ചെറുപ്പക്കാരുമായി കടന്നു വന്നുകൊണ്ട് അക്രമങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കരുനാഗപ്പള്ളിയിലെ ഏകദേശം എല്ലാ പ്രദേശങ്ങളിലെയും മുസ്ലിം സഹോദര സഹോദരിമാര് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ സദസ്സിലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഉണർത്തുന്നു, നിങ്ങൾ ശക്തമായ രീതിയിൽ അവരുടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടല്ലാതെ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല. കാരണം അത്തരത്തിലേക്ക് കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അപകടമാണ്. വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഫിസിലടിച്ചിട്ടോ അല്ലെങ്കിൽ ആളുകളെ ഫോം വിളിച്ച് വളർത്തിയിട്ടോ ഒന്നിലധികം ചെറുപ്പക്കാർ വീട്ടിലേക്ക് വന്നിട്ട് ആ സ്ത്രീകളെ മർദ്ദിച്ചിട്ട് വീട്ടിലുള്ളതാകുന്ന ആഭരണങ്ങളും വീട്ടിലുള്ളതാകുന്ന പൈസയും സംഭാവനകളും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥാവിശേഷം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അക്രമങ്ങളെ തൊട്ട് പടച്ചിറപ്പ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഓതലും പറയലും ദിക്റും ഔറാദും ഉള്ളവരാണെങ്കിൽ കൂടിയും ജാഗരൂകരാകണമെന്ന് ഞാൻ സാന്ദർഭമായി ഓർമ്മപ്പെടുത്താം. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ശബ്ദമുയർത്തിയവർക്കെതിരെ പരിശുദ്ധ ഖുർആൻ, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത് അക്സറുഹും ലാ യഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖറുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലയോ നബിയേ, നബിയേ, അവിടുത്തെ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ശബ്ദമുയർത്തുന്നതാകുന്ന ആളുകൾക്ക് വിവരമില്ല, ബോധമില്ല. അവർ അല്പം കൂടി ശ്രമിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ പുറവശത്ത് നിന്നിരുന്നുവെങ്കിൽ, വീടിന്റെ മുൻഭാഗത്ത് നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിന്നിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതാണ് അവർക്ക് ഏറ്റവും കരണീയമെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു വീടിന്റെ മുന്നിൽ പോയി നേരെ നിൽക്കാൻ പാടില്ല. ബെല്ലടിച്ചു വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് അല്പം മാറി നിൽക്കണം. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളാണ്. നമ്മൾ ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ കുറെ അറിവുകൾ പഠിക്കൽ കൂടിയാകണം. അതിനുവേണ്ടി ഞാനിത് പറയുന്നത് കേവലം പ്രവാചകന്റെ മദ്ഹ് മാത്രം പറയുന്നതിലൂടെ അല്ല, അറിവ് നമ്മൾ സമ്പാദിക്കും. ഒരു വീട്ടിൽ ചെന്നു കോളിംഗ് ബെൽ അടിച്ചു, മാറി നിൽക്കണം. അല്പം ഒന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണം. നേരെ അവരുടെ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് തന്നെ പോയി നിൽക്കാൻ പാടില്ല.
പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ വീട്ടുകാർ വന്നു അസ്സലാമു അലൈക്കും പറയണം, വീട്ടിലേക്ക് പ്രവേശിക്കണം. അവർ മാന്യമായി സൽക്കരിക്കുന്നുണ്ടെങ്കിൽ ആ സൽക്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നീ തിരിച്ചു പോകണം. വീട്ടിൽ ആരുമില്ല എന്ന് സ്ത്രീകൾ പറയുകയാണെങ്കിൽ പിന്നെ അവിടെ നീ പരിങ്ങി നിൽക്കാൻ പാടില്ല, കറങ്ങി നിൽക്കാൻ പാടില്ല, വേഗം തന്നെ നീ പോകണം. ഇതൊക്കെ പരിശുദ്ധ ദീനിന്റെ നിർദ്ദേശങ്ങളാണ്. ഏതുമായിക്കോട്ടെ, തമീമ ഗോത്രത്തിലെ നിവേദക സംഘം വന്നുകൊണ്ട് പ്രവാചകന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ശബ്ദമുയർത്തിയപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറക്കിക്കൊണ്ട് പടച്ചറബ് പ്രവാചകനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്, സ്നേഹം കാണിക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന പ്രവാചകരെ, അവിടുത്തെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടര് മുസ്ലിമീങ്ങളാകുന്ന സഹോദരങ്ങൾ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ശബ്ദമുയർത്തുന്നതാകുന്ന ആളുകൾ അവർക്ക് അധികവും അറിവില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അവർ അല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ അതാണ് ഏറ്റവും കരണീയമെന്ന് വിശുദ്ധമായ ഖുർആൻ. രണ്ട് ഉദാഹരണങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതിന് ഇനിയും ഉദാഹരണങ്ങൾ ബാക്കി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിക പ്രബോധനമായിട്ട് ആദ്യമായി കടന്നു ചെല്ലുന്നത് തന്റെ പ്രിയപ്പെട്ട സമുദായത്തെ മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ടതാകുന്ന ജനങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ട് ബനൂ ഫിഹ്റും ബനൂ അദി ഗോത്രക്കാരെ മുഴുവനും ജബൽ അബൂ ഖുബൈസ് എന്ന് പറയുന്ന സുന്ദരമാകുന്ന മലയുടെ മുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് കൂട്ടി. ചരിത്രം വിശാലമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഞാൻ നിൽക്കുന്ന ഈ പർവ്വതത്തിന്റെ പിറകിലൂടെ ഒരു കൂട്ടം ശത്രുക്കളെ നിങ്ങളെ നശിപ്പിക്കാൻ കടന്നു വരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ അതോ അവിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, നീ അൽ അമീനാണ്, നീ സത്യസന്ധനാണ്, നീ സത്യമല്ലാതെ മറ്റൊന്നും പറയൂല, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വിശ്വസിക്കുമെന്ന് അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർഭോചിതമായി ബുദ്ധിപരമായി തന്റെ പ്രിയപ്പെട്ട സമുദായത്തെ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, തന്റെ പ്രിയപ്പെട്ട കുടുംബ ഫിഹ്ർ ഗോത്രക്കാരുണ്ട്, അദീ ഗോത്രക്കാരുണ്ട്, എല്ലാവരുമായിട്ട് പറഞ്ഞു, എന്നാൽ ഇന്നീലക്കും നദീറും മുബീൻ, നിങ്ങൾക്ക് ഞാൻ ശക്തനായ ഒരു മുന്നറിയിപ്പുകാരനാണ്. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം, ഇസ്ലാമിന്റെ പ്രബോധന കാലഘട്ടമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തുന്നതിന്റെ തുടക്കത്തെ ശൈലി അബൂ ഖുബൈസ് എന്ന് പറയുന്നതാകുന്ന സുന്ദരമാകുന്ന മലയുടെ മുകളിൽ കയറുന്നതുകൊണ്ട് പരിശുദ്ധ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, എല്ലാ ജനങ്ങളും ഓടി വരുന്ന, എല്ലാവരും കടന്നു വരുന്നെന്ന് പറഞ്ഞിട്ട് ഈ ഇരിക്കുന്നതാകുന്ന ജനങ്ങളോട് മുഴുവനുമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ നിൽക്കുന്നതാകുന്ന ഈ മലയുടെ പിന്നാമ്പുറത്തൂടെ ഒരു കൂട്ടം നമ്മൾ ആക്രമിക്കാൻ കടന്നു വന്നാൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ വിശ്വസിക്കുമെന്ന് പറഞ്ഞതാകുന്ന സമൂഹത്തോട് ബഹുമാനപ്പെട്ട ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി ചോദിക്കുകയാണ്, എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നീലക്കും നദീറും മുബീൻ, ശക്തനായ ഒരു മുന്നറിയിപ്പുകാരനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതിശക്തമായ ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ളത്. കാരണം എന്താ? നരകത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ്, നരകത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് ഞാൻ നൽകാനുള്ളത്. നന്നായി ജീവിച്ചില്ല എങ്കിൽ, ഇബാദത്തുകളുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ കത്തിജ്വലിക്കുന്നതാകുന്ന നരകത്തിന്റെ വക്താക്കളായിട്ട് നമ്മൾ മാറുമെന്നുള്ള പടച്ചറബിന്റെ മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്ന് ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന നാട്ടുകാരോട്, അതിലേറ്റവും കൂടുതലുള്ളത് തന്റെ കുടുംബക്കാരാണ്, കുടുംബക്കാരോട് പറഞ്ഞപ്പോ